കല്യാണത്തിന് പോയി ഫുഡ് അടിച്ചിട്ട് നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമുണ്ട്. കല്യാണം ആക്ച്വലി ഇന്നലെ കഴിഞ്ഞു, ഇന്ന് അതിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ വേഗം തന്നെ യൂഷ്വൽ ഫുഡ് കഴിച്ച് ഒരു ചായയെ കുടിച്ചിട്ട് ഇങ്ങനെ മുത്തുവിനെ കാത്തു നിൽക്കണം. ആ സമയം കൊണ്ട് വേഗം റെഡി റോഡിലേക്ക് പോയി. അപ്പോഴേക്കും അവൻ വന്ന് ഇറങ്ങി 100 മീറ്റർ പോയതും നല്ല മഴ. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് കല്യാണ മണ്ഡപത്തിലെത്തി. എങ്ങനെയോ മഴയെ തുള്ളി കയറി. പക്ഷേ ഈ കല്യാണ റിസപ്ഷന് ഇവരെന്തിനാണ് മുണ്ടെടുത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഞാൻ പറയത്തോണ്ടായിരിക്കും. അങ്ങനെ അവിടെയും കയറി. അവിടെ നല്ല തിരക്കായതുകൊണ്ട് നേരെ കുറച്ച് ഫുഡ് അടിക്കാൻ വേണ്ടി അകത്ത് കയറി. അങ്ങനെ അവിടുത്തെ കുറച്ച് ഫാൻസിനെയും കണ്ട് ഫുഡ് അടിച്ച് ഒരു ചായയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് നിന്നു. അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കൻ എൻ്റെ ഒരു പഴയ വർക്കൗട്ട് പാർട്ട്ണറാണ്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് കാലിസ്തനിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്കും കുറച്ച് വിഷസ് കൊടുത്ത് ഞാൻ നേരെ തിരിച്ചിറങ്ങുമ്പോൾ അവിടെയും നല്ല മഴ. പിന്നെ എങ്ങനെയൊക്കെ ഓടിക്കതച്ച് ഞാനും മുത്തും കൂടി വീട്ടിലെത്തി. ഇനി എത്രയും പെട്ടെന്ന് ജിമ്മിൽ പോകണം. അങ്ങനെ 2 ഏത്തപ്പഴവും തുരുക്കയറ്റി നമ്മളെ ചെക്കൻ്റെ നിന്ന് സ്ട്രാപ്സും മേടിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് വിട്ടു. കുറച്ച് വാമ്പൊക്കെ കഴിഞ്ഞ് ഇന്നൊരു പുൾ ഡേ ആണ്. അതുകൊണ്ട് ലാറ്റ് പുൾ ഡൗൺ കുറച്ച് ചെയ്തു. അതിന് സീറ്റഡ് റോ 2-3 സെറ്റ് ചെയ്തു. പിന്നെ ബൈസെപ്സിന് വേണ്ടി കുറച്ച് ഹാമക്കുകളും അതുപോലെ ഇൻക്ലൈൻ സീറ്റ് വെച്ചിട്ട് ഒരു കേളും ചെയ്തു. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എക്സസൈസാണ്. കാരണം ബൈസെപ്സിൻ്റെ ലോങ് ഹെഡ് നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ ഉള്ളവർക്ക് ടാറ്റ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരു ക്രിയേറ്റീവിന് കൊടുത്ത് കുറച്ച് ഫുഡും കഴിച്ച് നേരെ വർക്കിന് കയറി. അതിനിടയിൽ ഒരു 6-7 മുട്ടയും കുറച്ച് ചിക്കനൊക്കെ അകത്ത് കയറ്റിയായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വർക്കും കഴിഞ്ഞ് ഞാൻ പോയി ഉറങ്ങി. ബാക്കി നാളെ.